സാറിന്റെ കയ്യൊപ്പ് ലോകത്താർക്ക് വേണേലൂടെ. പക്ഷെ സാറിന്റെ ഭാര്യയുടെ കയ്യൊപ്പ് അത് സാറിനല്ലാതെ വേറെ ആർക്കൂടാൻ പറ്റിയല്ല. അതറിയാവോ? ഏതറിയാവോ? അല്ലാതെ അറിയാവോ? അവളെങ്ങാണ് പറഞ്ഞ അതോടെ തീരും. അതറിയാവുന്ന ഞാൻ ചോദിച്ച. ഈ നക്കി കുറുപ്പിനെ കൊണ്ട് ഒരു സൈറ്റ് എടുപ്പിക്കാമെന്ന് നീ ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ ഒറിജിനൽ പോലും നോക്കാതെ ഞാൻ അറ്റസ്റ്റ് ചെയ്ത് തരുന്നു. ഒടുവിൽ കുറുപ്പിന്റെ ഉറപ്പ് പോലെ ആവൂടെ? വല്ലാത്ത ചിരിയാണല്ലോ അത്. ഞാനല്ലേ സാറേ ഗ്യാരണ്ടി. ഇത് കണ്ടില്ലേ സാറേ, അയാള് തന്ന അഡ്വാൻസാ. കരള് കത്തിപ്പോവും. വെള്ളം ചേർത്തടിയുടെ സംഗതി ഞാൻ വാട്ടർ അതോറിറ്റിയാ. പക്ഷെ വെള്ളം എനിക്ക് അലർജിയാ. കൊണ്ടുപോടെ. അതെ സാറേ, ഇന്ന് നമ്മുടെ യൂണിയന്റെ പിക്കറ്റിംഗ് നടക്കുക കളക്ടറേറ്റില്. സാർ വരുന്നില്ലേ? എന്താ കാര്യം? ജോലി ഭാരം കൂട്ടുക, അല്ല ജോലി ഭാരം കുറയ്ക്കുക, DA കൂട്ടുക, എല്ലാ ശനിയാഴ്ചയും അവധി ദിവസമായിട്ട് പ്രഖ്യാപിക്കുക. ഇന്ന് ശനിയാഴ്ചയാണോ? ആണല്ലോ. ഇപ്പഴാ ഓർത്തത്. സാറിന്റെ ഈ ആഴ്ചയിലെ കന്നിമാസം ഇന്നല്ലയോ സാർ? ശിവേട്ടാ. പപ്പക്കുട്ടി, അലുവ നിനക്ക് ഇഷ്ടമാണല്ലോ. അലുവയോ? അതെ, നിന്റെ ഫേവററ്റ്. കറുത്തതോ വെളുത്തതോ? അല്ലെങ്കിൽ വേണ്ട, ബനാന അലുവ വാങ്ങാല്ലേ. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള പേസ്ട്രി ചോക്ലേറ്റ് വേണോ അതോ ബ്ലാക്ക് കറന്റ് വേണോ? ഇതെന്ത് പറ്റി? ചെറിയൊരു ഷോപ്പിംഗ്. അപ്പോഴാണ് നിന്നെ ഓർമ്മ വന്നത്. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, എന്നാ വെക്കട്ടെ. പപ്പിക്കുട്ടി, ദാ ഇതൊന്ന് പിടിച്ചേ. ബേക്കറി ഐറ്റംസാ. പിന്നെ നല്ലൊരു നൈറ്റ് കണ്ടു, വാങ്ങിച്ചു. നിനക്ക് നന്നായിട്ട് ചേരും. ഇപ്പൊ തന്നെ ഒന്നിട്ടേ. സുനാമി പോലെ പ്രതീക്ഷിക്കാതെ വന്ന ഈ സ്നേഹം എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യാനോ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് തുടരുത്. 3-10-17. നല്ല അലുവ. നല്ല അലുവ. തൊട്ടുകൂടാ തീണ്ടുകൂടാന്നൊക്കെ നിനക്ക് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞുകൂടായിരുന്നോ? രൂപ എത്ര ഇൻവെസ്റ്റ് ചെയ്തെന്ന് അറിയാവോ? മനുഷ്യനെ ഒരുമാതിരി. ഓ ദാ വരുന്നു. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേരെ. അടുത്ത ശനിയാഴ്ച ഇനി ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ. ശ്രീരാമലക്ഷ്മണന്മാരെ, ശിവരാമലക്ഷ്മണൻ സാറേ, സാറ് കന്യമാസത്തില് തിരുവാതിര തുടങ്ങിയോ? ദുശകുനം. ഈ പരിസരത്ത് കണ്ടുവരുത് കേട്ടാ. എന്നാ പറ്റി? നാശങ്ങൾ. അങ്ങോട്ട് കയറിയേക്ക്. മോൻ അങ്ങോട്ട് നിൽക്ക്. മാടുകളെ ചന്തയെ കൊണ്ടുവന്നല്ലോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. അടുത്തൊന്നും ഡേ കെയർ ഇല്ലാത്തോണ്ടാ ഇവർ ഈ അഹങ്കാരം. എടോ, തന്റെ മാഡത്തിനോട് പറ ഈ കൊടുസ് വണ്ടി ഒന്ന് മാറ്റാൻ. മുകുന്ദന്റെ അമ്മായിയച്ഛനല്ലേ വരുന്നേ? അമ്മായിയച്ഛനല്ല, ദൈവദൂതൻ. അച്ഛനെന്താന്നും മിണ്ടാത്തെ? ജോലി സ്വർണ്ണവരപ്പാണെങ്കിലും എന്റെ ജീവിതം ചെമ്പ് പോലെയാ. മക്കൾക്കറിയാവല്ലോ. മുകുന്ദേട്ടൻ മുക്കുവണ്ടവും കൊണ്ട് ബാങ്കിലോട്ട് വന്ന് മാറ്റുരച്ച് അച്ഛൻ അതങ്ങ് ഒറിജിനൽ ആണെന്ന് പറയണം. അത്രയോ വേണ്ടു അച്ഛാ. ഇത്രയും കൊല്ലമായിട്ട് അന്നം തരുന്ന തൊഴിലിൽ ഞാൻ ഇങ്ങനൊരു കള്ളം കാണിച്ചിട്ടില്ല. മാത്രവുമല്ല, റിട്ടയർഡ് ആവാൻ അച്ഛനെ 3 മാസമേ ഉള്ളൂ. അതും എനിക്കറിയാം. ഒരേ ഒരു മാസം കൊണ്ട് പണയം വെച്ച മുക്കൊണ്ട ഞാൻ തിരിച്ചെടുത്തിരിക്കും. അച്ഛാ, 1 ലക്ഷം രൂപ ബിസിനസ്സിലിട്ടോ നമ്മള് രക്ഷപ്പെടും അച്ഛാ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു കള്ളം കണ്ടെന്റെ മോള് രക്ഷപ്പെടുമെങ്കിൽ അച്ഛനത് ചെയ്യാം. പക്ഷെ റിട്ടയർഡ് ആവാൻ ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. അത് മറക്കരുത്. തങ്കം, അച്ഛന് ചായം പലഹാരം എടുക്ക്. പുട്ടായാലോ? അല്ലെങ്കിൽ വേണ്ട, ഇഡലിയാ. വേണ്ട വേണ്ട, അച്ഛൻ ഇടിയപ്പോ നല്ലത്. ഇടിയിപ്പോ വേണ്ട. ചേരുന്നതിന് മുമ്പ് ഈ ബിസിനസിന്റെ ബേസിക് തിയറി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 10,000 രൂപ അടച്ച് ഒരു സൈറ്റ് എടുത്താൽ അതുപോലെ 10,000 മുടക്കാൻ കഴിവുള്ള മറ്റ് 2 പേരെ പിടിക്കണം.
ആ 2 പേർ വീണ്ടും 10,000 മുടക്കാനുള്ള മറ്റ് 2 പേരെ കണ്ടുപിടിക്കണം. അങ്ങനെ പിടിച്ച് ഒടുവിൽ പോലീസ് നിങ്ങളെ പിടിക്കും. പേടിച്ചോ? പേടിച്ചു. ഞാനും പേടിച്ചു. നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനും പോസിറ്റീവ് എനർജി ഇല്ലാതാക്കാനും ഇതുപോലെ പലരും ശ്രമിക്കും. പതറരുത്, പതറാൻ പാടില്ല. എന്റെയും ഭാര്യയുടെയും മക്കളുടെ പേര് ഒരു 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അയ്യോ, വെരി ഗുഡ്. മുകുന്ദനെ എന്റെ അടി ചേർത്താ മതി. സത്യം പറയാലോ, താമസിയാതെ നിങ്ങൾ 2 പേരും കാക്കകളോ? കാക്കകളോ? ഞങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ക്രോറിനെ ഷോർട്ടായി ക്രോ എന്നാണ് പറയാറ്. ക്രോ എന്ന് വെച്ചാൽ മലയാളത്തിൽ കാക്ക എന്നർത്ഥം. നിങ്ങൾ 2 പേരും ഈ പ്രസ്ഥാനത്തിലൂടെ കാക്കകൾക്ക് അധിപതിയായി തീരും. എന്ന് വെച്ചാൽ കോടിപതികൾ, ക്രോർപതി, ലക്കി പേഴ്സൺസ്. ഇനി അങ്ങോട്ട് മുകുന്ദന്റെ പടയോട്ടമാണ്. എല്ലാം മറന്ന് ഫ്രഷ് മൈൻഡോടെ വേണം കസ്റ്റമർ മീറ്റ് ചെയ്യാൻ. ഒരാളെ ഒത്തു കിട്ടിയാൽ അയാളുടെ മനസ്സ് ബ്ലോട്ടിംഗ് പേപ്പർ പോലെ നമ്മൾ വലിച്ചെടുക്കണം. ഞാൻ DDയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി തരാം. DDയുടെ ഫോട്ടോ സ്റ്റാറ്റോ? അതെന്തിനാ? ഈ ആഴ്ച നിനക്ക് വന്ന കമ്മീഷൻ ചേരാൻ അറച്ചു നിൽക്കുന്നവരെ അത് കാണിച്ച് വേണം വീഴ്ത്താൻ. ചുമ്മാ ഒരു സൂത്രപ്പണി. ഞാൻ അങ്ങനെ പലരെയും വീഴ്ത്തിയിട്ടുണ്ട്. You have improved a lot. Thank you, sir. നമുക്ക് നെഗറ്റീവായി സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വീട്ടിലായിരിക്കണം ഫാമിലി മീറ്റിംഗ് വെക്കേണ്ടത്. Correct. അങ്ങനെയാണെങ്കിൽ അടുത്ത മീറ്റിംഗ് ശിവരാമകൃഷ്ണന്റെ വീട്ടിൽ വെക്കാം. ഭാര്യയ്ക്ക് ഭയങ്കര എതിർപ്പാ. എങ്കിൽ അടുത്ത മീറ്റിംഗ് ശിവരാമകൃഷ്ണന്റെ വീട്ടിൽ തന്നെ. അത് വേണോ? വേണം. ഞങ്ങൾ 2 പേരും കൂടി ശിവരാമകൃഷ്ണന്റെ ഭാര്യയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. ഇത് തീക്കളിയാവും. നീ കരുതും പോലെ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഈ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. അവർക്ക് കൊടുക്കാൻ അധികം പാലൊഴിക്കാതെ ഒരു ഇത്തിരി ചായയും പിന്നെ കഴിക്കാൻ 2 ബിസ്ക്കറ്റും. അത് പിന്നെ പട്ടി ബിസ്ക്കറ്റ് ആയാലും മതി, അവറ്റകൾ തിന്നോളും. ശിവേട്ടാ, ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഇങ്ങനൊരു മീറ്റിംഗ് ഈ വീട്ടിൽ നടക്കില്ല. നിങ്ങളുടെ ബിസിനസ് വീട്ടിന് വെളിയില്. എന്റെ പപ്പിക്കുട്ടിയല്ലേ, ഈ ഒരു പ്രാവശ്യം മാത്രം. ഇല്ലെങ്കിൽ നിന്റെ ശിവേട്ടൻ ബോസിന് മുമ്പിൽ കൊച്ചാവും. ശിവേട്ടന് വേണ്ടി ഓഫീസിൽ ഞാൻ കൊച്ചാവാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതിന്റെ പകുതിയെങ്കിലും ആത്മാർത്ഥത സ്വന്തം തൊഴിലിനോട് കാട്ടിയിരുന്നെങ്കിൽ കഷ്ടം. അപ്പൊ നിനക്ക് സ്വന്തം തൊഴിലാണോ പ്രധാനം? ആരാ? വീട്ടുജോലിക്ക് വന്നതാ. മാഡത്തിന്റെ അമ്മയാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. 2 കൂടി പാർട്ട് ടൈമായി നിൽക്കാനാ പറഞ്ഞേ. അത് കൊള്ളാം. ഇതിനു മുൻപ് എവിടെയാ ജോലിക്ക് നിന്നത്? ആ വർമ്മ സാറിന്റെ വീട്ടില്. ഏത്? ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വർമ്മ സാറോ? അതെ. അറിയാം. എന്താ അവിടെ വേണ്ടെന്ന് വെച്ചത്? നിങ്ങളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം അറിയും. അതുകൊണ്ട് ഞാൻ സത്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കാം. ആ വർമ്മ സാറേ എന്നെ കെട്ടിപ്പിടിച്ചു. അത് ഇഷ്ടമായില്ല. വൃത്തികെട്ടവൻ. അയ്യേ, ജോലിക്കാരിയായ ഇങ്ങനെ വേണം. ഇഷ്ടമല്ലാത്ത ഒരു പ്രലോഭനത്തിന് കൂട്ടു നിൽക്കരുത്. എനിക്കല്ല, ആ വർമ്മ സാറിന്റെ ഭാര്യയൊക്കെ ഇഷ്ടപ്പെടാത്തത്. അയ്യേ. നടക്ക്. അകത്തോട്ട് എന്നാട്ടെ. അകത്തേക്കല്ല, പുറത്തേക്ക്. അയ്യോ, അപ്പൊ എന്റെ ജോലി? എനിക്ക് ജോലി ഉണ്ടാക്കരുത്. സ്ഥലം വിട്ടോ. പൊയ്ക്കോ. നിന്റെ കഷ്ടപ്പാട് ഓർത്ത അമ്മ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഭാര്യമാരെ എത്ര വേണമെങ്കിലും കിട്ടും. ഈ കാലത്തൊരു വേലക്കാരി കിട്ടാനാണ് പാട്. വേലക്കാരി അല്ലാതെ എനിക്ക് എന്റെ ഭർത്താവിനെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. ഇവളെന്താ അങ്ങനെ പറഞ്ഞത്? ഞാനിവിടെ വെറുതെ നിൽക്കുമല്ലായിരുന്നു. സാറേ, സരസു ചേച്ചിനെ കയറി പിടിച്ചാൽ കാര്യം നടക്കും. വൃത്തികെട്ടവന് എന്നെ അതിന് കിട്ടില്ല. ഞാൻ സ്ട്രിക്റ്റ് ആണേ. എന്റെ സാറേ, ഞാൻ പറഞ്ഞത് മുഖസ്തുതിയുടെ കാര്യമാണ്. ഓ. ചേച്ചിനെ ഒന്ന് പുകഴ്ത്തിയാ മതി, സംഗതി കിളി. വാ, ഇത് വീടായി. പൂട്ടിയിട്ടേക്കുന്ന കണ്ട ട്രഷറിയാന്ന് തോന്നും. ഞായറാഴ്ച ആയതുകൊണ്ട് ആ സെക്രട്ടേറിയറ്റും വീട്ടിലുണ്ടാവും. അപ്പൊ ഒരു വെടിക്ക് 3 പക്ഷി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അതായത് അപ്പൊ ഒന്നുകൂടെ പറയാം. ഇത് ശങ്കരണ്ണൻ, ഇത് ഗൗരി. ശങ്കരണ്ണന്റെ കാലിൽ സരസു ചേച്ചിയെ ഇടും. എന്റെ പൊന്നെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. മുടിഞ്ഞ വെയിറ്റ് ആണ് ഇവക്ക്. എന്റെ കാലിൽ നീര് വരുമെന്ന് ഉള്ള കാര്യമില്ല ഞാൻ പറഞ്ഞത്. ശരി. അപ്പൊ ഇതാ പരിപാടിയല്ലേ? കാലത്തെ വന്നങ്ങ് കൊത്തി. മിടുക്കൻ. സാരമില്ല, നീ എന്റെ റൈറ്റ് ലെഗിലായതുകൊണ്ട് ഇതും എന്റെ അക്കൗണ്ടിൽ വരും. KCB ചേച്ചി വിചാരിച്ച ഒരുപാട് പേരെ ചേർക്കാം. പിന്നെ ഒരു പവർ ഹൗസ് അല്ലേ ഈ ഇരിക്കുന്നത്. ഇവരുടെ പവർ വെച്ച് തന്നെ ഒരുപാട് പേരെ ചാർജ് ചെയ്യാന്ന്. സത്യം പറയാലോ, മലേഷ്യക്ക് ഫാമിലി ട്രിപ്പ് പോകാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാനിത് ചേർത്തത്. പിന്നെ ഷെവർഷാർ ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യാമല്ലോ. അല്ലേ മോളെ?
ഞങ്ങൾ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ടൂർ പോയതോ ആ കന്യാകുമാരി വരെ അല്ലേ മേ? എന്തായാലും ക്ലാസ് കിടക്കാം. ദാ കുട്ടി ഉറങ്ങുന്നു. ഇറങ്ങി ഫ്ലൈറ്റ് മലേഷ്യയിലെത്തിയോ? എത്തി ഇറങ്ങ ഇത്ര പെട്ടെന്ന്? മിണ്ടിപ്പോരുത്.